ചില കാര്യങ്ങൾ ചിലപ്പോഴെങ്കിലും പറയണം. അത് പറയേണ്ടുന്ന സമയത്ത് തന്നെ പറയണം, അല്ലെങ്കിൽ വൈകിപ്പോകും. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ വീണ ജോർജിനെ ചുറ്റിപ്പറ്റിയാണ്. അതുപോലെ എ പത്മകുമാറിനെ, വീണ ജോർജിനെ ആരോഗ്യമന്ത്രിയെ CPIMന്റെ സംസ്ഥാന സമിതിയിലേക്ക് പ്രത്യേക ക്ഷണിതാവാക്കി തീരുമാനിച്ചതിനെതിരെ എ പത്മകുമാർ പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സെക്രട്ടേറിയറ്റ് മെമ്പറും ദീർഘകാലം പത്തനംതിട്ടയിലെ പാർട്ടി നേതാവും മുൻ കോന്നി MLAയും അതേപോലെ പിണറായി ഒന്നാം സർക്കാരിൻ്റെ കാലത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമൊക്കെ ആയി നിയോഗിക്കപ്പെട്ട എ പത്മകുമാർ ഫേസ്ബുക്കിൽ വീണ ജോർജിനെ പ്രത്യേക ക്ഷണിതാവാക്കിയതിനെതിരെ ഇട്ട പോസ്റ്റ് വലിയ ചർച്ചയായിരിക്കുകയാണ്. അദ്ദേഹം പാർട്ടി നടപടി നേരിടേണ്ടി വരും, അദ്ദേഹം പാർട്ടി സ്ഥാനമാനങ്ങൾ രാജിവെക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ എന്താ, വീണ ജോർജിനെ അനർഹമായിട്ട് പാർട്ടി പ്രമോട്ട് ചെയ്തു. വീണ ജോർജ് മന്ത്രിയാണ്, മന്ത്രി കാര്യങ്ങൾ ആരോഗ്യവകുപ്പ് പ്രധാനപ്പെട്ട വകുപ്പാണ്. അപ്പോൾ അങ്ങനെ ഒരാളിനെ പ്രത്യേക ക്ഷണിതാവാക്കി എടുത്തതിൽ തെറ്റൊന്നുമില്ല എന്ന പാർട്ടി നിലപാട് MV ഗോവിന്ദൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിനു മുമ്പ് ഇത്തരം നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിനെതിരെ പത്മകുമാർ ഇട്ട പോസ്റ്റിനെ സംബന്ധിച്ച് പാർട്ടി തലത്തിൽ ചർച്ച ചെയ്യും. അപ്പം നടപടി ഉണ്ടാകും എന്ന് ഉറപ്പാണ്. അദ്ദേഹത്തെ തരം താഴ്ത്താനോ അദ്ദേഹം പാർട്ടി വിട്ടു പോകാനോ ഒക്കെയുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. അപ്പോൾ ഇവിടെ പ്രശ്നം പത്തനംതിട്ടയിലെ ഒരു പാർട്ടി പ്രശ്നമാണ്. ആറന്മുള MLA ആയിട്ട് 2016 വീണ ജോർജ് തിരഞ്ഞെടുക്കപ്പെടുന്നു. അവർ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. 2019 വീണ്ടും അടുത്ത അസംബ്ലി ഇലക്ഷൻ നടക്കുമ്പോൾ 21 വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നു. വീണ ജോർജിനെ മന്ത്രിയാക്കി. അപ്പോൾ കോൺഗ്രസിന്റെ ഒരു ഉറച്ച മണ്ഡലത്തിൽ നിന്ന് ശിവദാസൻ നായർ MLA ആയിരുന്ന ആറന്മുള കോൺഗ്രസിന്റെ ഉറപ്പുള്ള ഒരു UDF മണ്ഡലത്തിൽ നിന്ന് 2016 7646 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വീണ ജോർജ് ജയിച്ചു വരുന്നത്. ഈ വീണ ജോർജിനെ പിന്നീട് അടുത്ത ടൈമിൽ മന്ത്രിയാക്കി ആരോഗ്യമന്ത്രിയായിട്ട് തീരുമാനിക്കുന്നു. ഇതേ സമയത്ത് 2017 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് എ പത്മകുമാറിനെ പാർട്ടി നിയോഗിക്കുന്നു. അതായത് പാർട്ടി തീരുമാനിക്കും. TDBയുടെ പ്രസിഡന്റായിട്ട് പിണറായി സർക്കാർ, ഒന്നാം സർക്കാർ പത്മകുമാറിനെ നിയോഗിക്കുന്നു. അപ്പോഴാണ് ശബരിമല പ്രക്ഷോഭവും മറ്റേ സുപ്രീം കോടതി വിധിയും പശ്ചാത്തലങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ആ സമയത്ത് പോലും ഈ എ പത്മകുമാർ എന്ന് പറയുന്ന ഈ വ്യക്തി എടുത്ത നിലപാട് സർക്കാർ നിലപാടിന് വിരുദ്ധമായിട്ട് അഴകുഴമ്പൻ നിലപാടെടുത്ത ഒരാളാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ അന്ന് തന്നെ പാർട്ടിയിൽ അത് ചർച്ചയായിരുന്ന വിഷയമാണ്. ഇപ്പൊ അദ്ദേഹം വീണ്ടും ഇങ്ങനെ ഒരു നിലപാട് എടുത്തിരിക്കുന്നു. വീണ ജോർജിന്റെ പഴയ പേര് വീണ കുര്യാക്കോസ് എന്നാണ്. ഞാൻ ഈ പറയാതെ വയ്യ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. വീണ കുര്യാക്കോസും സ്മൃതി പരുത്തിക്കാടും 2 മാധ്യമ പ്രവർത്തകർ പിന്നീട് അറിയപ്പെട്ടവര്. 2000 കൈരളി TV തുടങ്ങുന്നു. 25ാം വാർഷികം കൈരളി TVയുടെ ഇപ്പോൾ ആഘോഷിച്ചു. അതിൻ്റെ ചടങ്ങിൽ തിരുവനന്തപുരത്ത് എന്നെയും ക്ഷണിച്ചിരുന്നു. ഞാൻ പോയിരുന്നു. ഞാൻ 7 കൊല്ലം കൈരളി TVയിൽ വർക്ക് ചെയ്തിട്ട് ഞാനത് വിട്ടുപോന്നു. ഞാൻ കൈരളി TVയിലേക്ക് 2000 വരുന്നതിന് മുമ്പ് ഞാൻ മാതൃഭൂമിയുടെ ചെന്നൈ ബ്യൂറോ ചീഫാണ്. എൻ്റെ പഴയ SFI ബന്ധമൊക്കെ വെച്ചിട്ട് അന്ന് ചാനലിൻ്റെ ചുമതല പാർട്ടിയിൽ നിന്ന് കൊടുത്തിട്ടുള്ളത് MA ബേബിക്കായിരുന്നു. MA ബേബി അടക്കമുള്ള നേതാക്കൾ നിർബന്ധിച്ച് ക്ഷണിച്ചിട്ടാണ് ഞാൻ കൈരളി TVയിലേക്ക് വരുന്നതെന്ന്. നമ്മളൊക്കെ ഒരു ടീമായിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ മാതൃഭൂമിയിലെ ആകർഷകമായ ശമ്പളവും സൗകര്യങ്ങളും എല്ലാം ചെന്നൈയിൽ ഉപേക്ഷിച്ചിട്ട് ഞാൻ കൈരളി TVയിലേക്ക് വരുന്നത്. കൈരളി TV തുടങ്ങുന്നതിന് 6 മാസം മുമ്പ് തന്നെ ഞങ്ങൾ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. ശശികുമാറിന്റെ നേതൃത്വത്തിൽ, ഏഷ്യാനെറ്റ് വിട്ടുപോകുന്ന ശശികുമാറിന്റെ നേതൃത്വത്തിൽ. അങ്ങനെ ആ ഫൗണ്ടിങ് ടീമിലെ ഒരംഗമാണ് ഞാൻ. ഇപ്പം ജോൺ ബ്രിട്ടാസ് MD ആയിട്ടിരിക്കുന്ന ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവർ. അന്ന് ട്രെയിനി ആയിട്ട് വന്ന 2 പേരാണ് വീണ കുര്യാക്കോസും സ്മൃതി പരുത്തിക്കാടും. വീണ കുര്യാക്കോസ് ജോർജിനെ വിവാഹം ചെയ്തപ്പോൾ വീണ ജോർജായി മാറി. അന്ന് വിവാഹിതയല്ല, ട്രെയിനിയായിട്ട് കൈരളി TV ഓഫീസിലേക്ക് വന്ന് ജോയിൻ ചെയ്ത ന്യൂസ് റൂമിലേക്ക് വന്ന വീണ ജോർജിനെയും സ്മൃതി പരുത്തിക്കാട് ദേശാമാനിലെ സിദ്ധാർത്ഥൻ പരുത്തിക്കാടിൻ്റെ മകളാണ്. അവരെയും ട്രെയിനിയായിട്ട് എടുത്തിട്ട് അവരെ ന്യൂസ് വായിക്കാൻ പഠിപ്പിച്ച ഒരു ടീമിലെ സീനിയർ ജേർണലിസ്റ്റായിട്ട് ഞാൻ ജോയിൻ ചെയ്തു കൈരളിയിലെ. ആ ടീമിലെ ഒരംഗമാണ് ഞാൻ പറയുന്നത്. വീണ ജോർജിനെയും അന്നത്തെ വീണ കുര്യാക്കോസിനെയും ഇപ്പോഴത്തെ സ്മൃതി പരുത്തിക്കാടിനെയും കൈരളി TVയിൽ ന്യൂസ് വായിപ്പിക്കാൻ പഠിപ്പിച്ച ഒരു ടീമിലെ സീനിയർ ജേർണലിസ്റ്റാണ് ഞാൻ. പിന്നെ വീണ ജോർജ് 2 വർഷം കഴിയുമ്പോൾ ഇന്ത്യ വിഷനിലേക്ക് പോയി, കൈരളി വിട്ടുപോയി. സ്മൃതി പരുത്തിക്കാട് കൈരളി വിട്ട് വേറെ വഴിയിലേക്ക് പോയി. ഇപ്പോൾ എന്താണ് പ്രശ്നം?
ഇപ്പൊ സ്മൃതി പരുത്തിക്കാട് എവിടെ? ഏറ്റവും പാർട്ടി വിരുദ്ധ സമീപനങ്ങൾ സ്വീകരിക്കുന്ന ഒരു വനിതാ ജേർണലിസ്റ്റ്. അതിന്റെ പ്രശസ്തി പെരുമയൊക്കെ വേറെ കിട്ടുമായിരിക്കും. വീണ ജോർജ് എന്തായി? വീണ ജോർജ് ഇന്ത്യ വിഷൻ കഴിഞ്ഞു. ഇവിടുത്തെ ഏറ്റവും ഒരു ചാനലിലെ വനിതാ എക്സിക്യൂട്ടീവ് എഡിറ്ററായി ആദ്യമായിട്ട് കേരളത്തിൽ വീണ കഴിവ് തെളിയിച്ചു. വീണ പിന്നെ പാർട്ടി സ്ഥാനാർത്ഥിയായി ആറന്മുളയിൽ മത്സരിക്കുന്നു. വീണ ജോർജ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് റാങ്ക് ഹോൾഡറായിരുന്നു, ഫിസിക്സ് ആയിരുന്നു വിഷയം, മിടുക്കിയാണ്. ഇതെല്ലാം വെച്ചിട്ട് അവര് പാർട്ടിയിലേക്ക് വന്നു. അവർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമാണ്. അതുകൊണ്ട് മന്ത്രിയായതുകൊണ്ട് അവരെ പ്രത്യേക ക്ഷണിതാവായിട്ട് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എടുത്തതിൽ തെറ്റൊന്നും പാർട്ടി കാണുന്നില്ല. പത്മകുമാറിന്റെ പ്രശ്നം എന്താണ്? സ്മൃതി പരുത്തിക്കാടിന്റെ പ്രശ്നം എന്താണ്? ഈ കഴുതക്കാമം കരഞ്ഞു തീർക്കാന്ന് പറയില്ലേ? ഓരോരുത്തരും അവരുടെ മികവ് കൊണ്ടും കഴിവ് കൊണ്ടും ഓരോ സ്ഥാനത്തെത്തുമ്പോൾ അത് ദഹിക്കാൻ വയ്യ, സഹിക്കാൻ വയ്യ. ഒരുമിച്ച് പണിയെടുത്തവരാണ് സ്മൃതിയും വീണയും കൈരളി TV-യിൽ. പത്മകുമാറിന്റെ പ്രശ്നം എന്താണ്? പത്മകുമാറിന്റെ ഇത്രയും പാർട്ടി അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങൾ നൽകിയില്ലേ? ഇപ്പൊ അദ്ദേഹത്തിന് വീണ ജോർജിന് ഒരു പ്രൊമോഷൻ കിട്ടിയപ്പോൾ പാർട്ടിയിൽ സഹിക്കാൻ പറ്റുന്നില്ല. അതാ പറയുന്നത്, ഇത് ചൊറിച്ചിലാണ്. പിന്നെ വേറെ ചിലരുടെ മറ്റു ചാനലുണ്ട്, ഞാൻ പേരുകൾ ഞാൻ പറയുന്നത്. നേരിട്ട് ബന്ധമുള്ളതുകൊണ്ട് ഞാൻ ഔദ്യോഗികമായിട്ട് പണിയെടുത്ത സ്ഥലത്തുള്ള ബന്ധം കൊണ്ട് പറയുകയാണ്. അപ്പോൾ ഇവരുടെ പ്രശ്നം ഇതാണ്. ഇനിയിപ്പോൾ എന്താണ്? ഇപ്പൊ പത്മകുമാർ ഇനി BJP-യിലേക്ക് പോകും, അല്ലെ കോൺഗ്രസ് ചേരും എന്നൊക്കെ കേൾക്കുന്നു. അതൊക്കെ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, പാർട്ടി എന്നും പാർട്ടിയാണ്. പാർട്ടി ഓരോ തീരുമാനങ്ങൾ എടുക്കും. അത് വളരെ ആലോചിച്ച് എടുക്കുന്ന തീരുമാനങ്ങളാണ്. വീണ ജോർജിനെ CPIM-ന്റെ സംസ്ഥാന സമിതിയിലെ പ്രത്യേക ക്ഷണിതാവാക്കിയത് അതിന് പിന്നിൽ കാരണങ്ങളുണ്ട്. അതുകൊണ്ട് ചൊറിച്ചിൽ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അതാണ് പത്മകുമാറിനോട് ഞങ്ങൾ പറയാനുള്ളത്. പിന്നെ സ്മൃതി പരുത്തിക്കാടിനെ പോലുള്ളവർക്ക് ഈ പാർട്ടിയുടെ തണലിൽ വന്ന് അദ്ദേഹത്തിന്റെ അവരുടെ പിന്നെ അച്ഛൻ ദേശാമയിലെ ദീർഘകാലം ജേർണലിസ്റ്റ് ആയിരുന്നു. പിന്നെ ആ ഒരു കെയർ ഓഫ് കൈരളി TV-യിൽ വന്നിട്ട് അവിടെ മാന്യമായ സ്ഥാനം നൽകി. എന്നിട്ട് പിന്നെ കൈരളി വിട്ടു പോയിട്ട് പിന്നെ പാർട്ടി വിരുദ്ധയായിട്ട് മാറി. എന്തു വിഡിത്തവും വന്നിരുന്ന വാർത്താ റൂമിൽ വന്നിരുന്ന ന്യൂസ് റൂമിൽ വന്നിരുന്ന് പറയാവുന്ന നിലയിലേക്ക് അവർ അധപ്പതിച്ചു പോയത് എന്തുകൊണ്ടാണെന്നും സ്മൃതി പരുത്തിക്കാട് ചിന്തിക്കണം. വീണ ജോർജ് എവിടേക്ക് പോയി എന്നുള്ളതും നമ്മൾ തിരിച്ചറിയുക. അപ്പൊ ഇതൊക്കെ ഒരു എന്താ പറയുക, നേരത്തെ പറഞ്ഞൊരു വാചകത്തിന്റെ വീണ്ടും കഴുതക്കാമം കരഞ്ഞു തീർക്കുക എന്നുള്ളതിന്റെ ഒരു അർത്ഥമാണ് ഇതൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, പാർട്ടി മുന്നോട്ട് പോവും, ഗവൺമെന്റ് മുന്നോട്ട് പോകും. ഒരു പത്മകുമാറോ അല്ലെ വീണ ജോർജിനോട് പിന്നെ ചുരുക്കുള്ള ഒരു സ്മൃതി പരുത്തിക്കാട് ഒന്നും തീരുമാനിച്ചാലൊന്നും ഇവിടെ ഒരു ചുക്ക് നടക്കാൻ പോകുന്നില്ല. കേരളം മുന്നോട്ട് പോകും, പാർട്ടി മുന്നോട്ട് പോകും, കാര്യങ്ങൾ മുന്നോട്ട് പോകും. അത്രയും.